1955 വഹാബികൾ അവരുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചതാണ്. ഞാൻ പറയുകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പര് വലിയ ആളായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നട്ടലുണ്ടോ നിങ്ങൾക്ക്? ഒരു മിനിറ്റ് ഉണ്ടല്ലോ. വിഷയം എന്ത്? മുജാഹിദുകളുടെ പാഠപുസ്തകമാണ് തെളിയിക്കാൻ കഴിയില്ല. മുജാഹിദിന്റെ പാഠബുക്കാൻ തെളിഞ്ഞാ പോരെ നിങ്ങൾക്ക്? തറാവീഹിനെ കുറിച്ച് ഉദ്ധരിച്ചത് കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്ത് എന്ന 921 മുതൽ 955 വരെ നീണ്ട 34 വർഷം മുജാഹിദുകളുടെ മദ്രസ ക്ലാസുകളിൽ പഠിപ്പിച്ച കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്ത് EK മൗലവി മർഹൂം, TK മൗലവി മർഹൂം, MCC അബ്ദുറഹ്മാൻ മൗലവി മർഹൂം എന്നെഴുതിയ പുസ്തകത്തിലാണ് ഈ കാര്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പെട്ടല്ലോ മുസ്ലിയാരെ, പെട്ടല്ലോ. ഈ ഓരോരുത്തർ കാണിച്ചു തരുന്നത് ആരാണ് പറയണത്? മൈലാരെ ആരാണത്? നിങ്ങൾ കാണിച്ചത് പാഠപുസ്തകമാണോ? 1921 കേരള ജമിയത്തുൽ ഉലമ 1924 21 പുസ്തകോ പാഠപുസ്തകോ മുജാഹിദിന്റെ പാഠപുസ്തകമാണെന്ന് തെളിയിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമ്മുടെ പാഠപുസ്തകം ഇതാണ്. കണ്ടോ, നല്ലോണം കണ്ടോട്ടെ. ഈ KNM പബ്ലിഷർ കണ്ടോ, ഇതാ ശരിക്കും വായിച്ചോ. കേരള നദ്വത്തുൽ മുജാഹിദീൻ വിദ്യാഭ്യാസ ബോർഡ്. ഇങ്ങനെ നമുക്ക് കാണിക്കാൻ കഴിയുമോ? ഇതാണ് പാഠപുസ്തകം. മനസ്സിലായനോ? ഇനി മിണ്ടരുത്. ഇനി നമ്മുടെ ഇപ്പോഴത്തെ പാഠപുസ്തകത്തിൽ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രമാണമാണോ? പ്രമാണം ഖുർആനും ഹദീസുമാണ്. ഇതൊക്കെ മനുഷ്യന്മാർ എഴുതുന്ന സംഗതികളാണ്. മനസ്സിലായോ? ഈ തലയെക്കെട്ടിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, 5 മീറ്റർ തുണി മാത്രമേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിന്റെ ഈ കളിയാക്കൽ. നീ വലിയ പറഞ്ഞല്ലോ, വലിയ പണ്ഡിതന്മാരാണ് ഇവരുടെ പണ്ഡിതന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ടല്ലോ. പണ്ഡിതന്മാർ തന്നെയാണ്. അവർക്ക് അബദ്ധം വരൂലേ? അബദ്ധം വന്നാൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്, അത് സംഭവിച്ചത് തെറ്റാണ് എന്നുള്ളത് പറയുന്ന അഭിമാനമാണോ? മനസ്സിലായോ? അതിൻ്റെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന്. തെറ്റ് വന്നാൽ നിങ്ങളെപ്പോലെയല്ല. മടവൂരാണ് പടച്ചോൻ എന്ന് പറയുമ്പോഴും, മടവൂർ ഷെയ്ഖിൻ്റെ വീട്ടിൽ ഖിദർ നബി വന്ന് കഞ്ഞി കുടിച്ചു എന്ന് പറയുമ്പോഴും അവരൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്താണെന്നറിയോ? പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടും. ഇപ്പൊ കഴിഞ്ഞ സമ്മേളനത്തിൽ 100ാം വാർഷികത്തിൽ അർവാഹുകൾ, മുഖദ്ദിസീങ്ങൾ അർവാഹുകളോട് വന്നു, പ്രവാചകന്മാരുടെയൊക്കെ റൂഹ് ഇവരുടെ സമ്മേളനത്തിൽ വന്നു എന്നുള്ള പൊട്ടത്തരം പറഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? പണ്ഡിതന്മാർക്ക് കളവ് പറഞ്ഞാലും എന്തില്ല, തെറ്റില്ല നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ വേണം കാണിച്ചു തരാം എനിക്ക് കേട്ടോ. തലയെക്കെട്ട് മാത്രം പോരാ, എന്തെങ്കിലും പഠിക്കണം കേട്ടോ. ഇനി തെളിവ് കേട്ടോ, തറാവീഹിന്റെ തെളിവല്ല എനിക്ക് വേണ്ടി, ഇവിടെ പ്രമാണമാണ് തെളിവ്. ഖുർആനും സ്വഹിയായ ഹദീസും. ആ ഹദീസ് ഞാൻ പറഞ്ഞത് ആ ഭാഗം നീ കേൾപ്പിച്ചില്ല, ആളുകളെ കേൾപ്പിക്കാതെയാണ് ചെയ്തത്. ഇനി നിനക്ക് തെളിവ് വേറെ തരാം. ഇതാ നിങ്ങളുടെ സമസ്തയുടെ വാഫി കോളേജിൽ 8 റക്കാത്താണ് അഫ്ളല്, തറാവീഹ് 8 റക്കാത്താണ് അഫ്ളല് എന്ന് പഠിപ്പിച്ചു എന്ന് ഞാനല്ല പറയുന്നത്. ആ MT അബൂബക്കർ ദാരിമി കണ്ടോ. ഇതാണ് തെളിവ്. ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയണം. മനസ്സിലായോ? ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലായിക്കണേ. ഇങ്ങനെ തെളിവ് കൊണ്ടുവരാൻ കഴിയണം. MT അബൂബക്കർ ദാരിമി അദ്ദേഹമാണ് പറയുന്നത്. കേട്ടോക്കൂ, അതിലൊന്ന് വായിച്ചു നോക്കൂ. നീ അവരൊക്കെ പഠിച്ച പണ്ഡിതത്തിൽ നിന്ന് വന്ന ആളുകളായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുൻകാല പണ്ഡിതന്മാർ. മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുൻകാല പണ്ഡിതന്മാരാണ് അവര്. പുറത്തുനിന്ന് നിർത്തുന്നല്ല കേട്ടോ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുൻകാല പണ്ഡിതന്മാരാണ്. അവര് എഴുതിയത് പലതും സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വഹാബിയാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇത്രയും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവനെ പിടിച്ചിട്ടാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായി കൊണ്ടു നടക്കുന്നത്. ഇനി മറ്റൊരു തെളിവും കൂടി പിടിച്ചോ, എൻ്റെ അണ്ണാക്കിലേക്ക് എടുത്തു വെച്ചോ. എന്ത്? ഈ വാഫി കോളേജിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ ആരാണെന്നറിയോ? സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം ഒരക്ഷരം ഇതിനെതിരെ പറഞ്ഞതായി നിനക്ക് തെളിയിക്കാൻ കഴിയോ? അപ്പൊ അവരൊക്കെ വിവരമില്ലാത്ത ആളുകളായിരുന്നോ നിന്റെ ഭാഷയിൽ? നീ ഇത് അംഗീകരിക്കുന്നില്ലല്ലോ. നീ 20 ആണെന്നാണല്ലോ പറയണത്.
അപ്പൊ ഇത് എഴുതിയ പണ്ഡിതന്മാരോ, നീ പറഞ്ഞല്ലോ മുജാഹിദിന്റെ പണ്ഡിതന്മാരാണല്ലോ എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചല്ലോ. ഇനിയും തെളിവുണ്ട്. ഈ വാഫി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ തറാവി 8 റക്അത്ത് പഠിപ്പിക്കുന്ന സമയത്ത് അന്നത്തെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാം എനിക്ക്? ആരാണ്? ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മരിച്ചുപോയ മർഹൂം ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം സമസ്തയുടെ ആരാണെന്നറിയോ? സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞതായി എനിക്ക് കാണിക്കാൻ കഴിയുമോ? ഇതാണ് ചോദ്യം.